അധിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നടിമാരിൽ ഒരാളാണ് ഹണി റോസ്. തനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും കടുത്ത ഭാഷയിൽ അപമാനിക്കുകയും ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പരാതി നൽകുകയായിരുന്നു. നിയമ പോരാട്ടത്തിനൊടുവിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദത്തിൽ ഹണി റോസിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെയായിരുന്നു അവരുടെ തിട്ടൂരം. ഹണി മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുകയാണെന്നും ചിലർ ആക്ഷേപമുയർത്തി. ഇപ്പോഴിതാ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം. സിനിമയിലുള്ളവരോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് അഭിമുഖത്തിൽ താരം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: മമ്മൂക്ക, ലാൽ സാർ എന്നിങ്ങനെ മലയാള സിനിമയിൽ പലരോടും തനിക്ക് ആരാധന ഉണ്ടായിട്ടുണ്ടെന്നാണ് താരം പറഞ്ഞത്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചോദ്യമല്ല അത് എന്നാണ് താരം പറഞ്ഞത്. അതിനുള്ള കാരണവും അവർ വ്യക്തമാക്കി. തൻ്റെ വീട്ടിൽ താനും തൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് ഒരു പുരുഷൻ തൻ്റെ തലയിൽ കയറി നിന്ന് ഭരിക്കുന്നത് തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ജീവിതത്തിൽ സമത്വത്തിനും ബഹുമാനത്തിനും ഒരുപാട് വില കൽപ്പിക്കുന്നയാളാണ് താനെന്നും നടി പറഞ്ഞു. നടി ഹണി റോസ് വിവാഹിതയാകുന്നുവെന്ന വാർത്തയോടുള്ള മറുപടിയുമുണ്ട്. ഉണ്ടാവട്ടെ, ഭാവിയിൽ ഉണ്ടാവട്ടെ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. തന്നെ സംബന്ധിച്ച് നല്ലൊരാൾ ജീവിതത്തിലേക്ക് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ നല്ലൊരാളിലാണ് സന്തോഷം കിടക്കുന്നത് മുഴുവൻ. എങ്ങനെ നല്ലൊരാളെ കണ്ടെത്തുമെന്നതാണ് ചോദ്യം. ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോക്സിക് ബന്ധത്തിൽ തുടർന്നു പോകാൻ സാധിക്കുന്ന ഒരാളല്ല താൻ. തനിക്ക് തൻ്റെ സ്വഭാവം നന്നായി അറിയാം. ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള വളരെ തുറന്ന മനസ്സുള്ള ആളെ മാത്രമേ തനിക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെയൊരാളില്ല. അങ്ങനെയൊരാളെ കണ്ട് ഇയാളാണ് തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് 100% ബോധ്യപ്പെട്ടാലേ നോക്കുകയുള്ളൂ. ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വിരഹം അനുഭവിച്ചിട്ടുണ്ട്. വളരെ ജെന്യുവനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വ്യക്തിയായിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായൊരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ BP കൂട്ടുന്ന ആളെ ജീവിതത്തിലേക്ക് എടുക്കാനാകില്ല. താൻ സമാധാനം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. മലയാളി ആണുങ്ങൾ ഹിപ്പോക്രാറ്റ്സ് ആണെന്ന് കരുതുന്നില്ല. തൻ്റെ പാർട്ട്ണർ മലയാളിയാണെന്ന നിർബന്ധവും തനിക്കില്ല. ഈ വിവാദങ്ങൾക്കിടയിൽ വന്നൊരു ചർച്ചയാണ് മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നു, അങ്ങനെ വസ്ത്രം ധരിക്കുന്നുവെന്നൊക്കെ. താൻ എത്രയോ വർഷങ്ങളായി ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇവിടെയൊക്കെ നിരവധി പുരുഷന്മാരെ താൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇങ്ങനെയൊരു ദാരിദ്ര്യമുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കുറച്ചാളുകൾ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് പറയുന്നത്. സമൂഹത്തിൽ വളരെ മാന്യരായിട്ടുള്ള സ്ത്രീകളോട് നന്നായി പെരുമാറാൻ അറിയുന്ന ധാരാളം പുരുഷന്മാരുണ്ടെന്നും നടി വ്യക്തമാക്കി.